അജ്മഈൻ അമ്മാ ബഅദ്. തസ്ലീമത്തുൻ സാനിയ, രണ്ടാം സലാം വീട്ടലും സുന്നത്താണ്. ഒന്നാം സലാം വീട്ടൽ ഫർളാണ്, അർക്കാനുകളുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണി. അതേസമയം രണ്ടാം സലാം വീട്ടുന്നത് അത് സുന്നത്താണ്. വസിയാദത്തു വറഹ്മത്തുല്ലാഹി ഫീഹിമ, രണ്ട് സലാമിലും വറഹ്മത്തുല്ലാഹ് എന്നുകൂടി അധികരിപ്പിക്കൽ സുന്നത്താണ്. അസ്സലാമു അലൈക്കും എന്ന് ഫർളായ ഭാഗം അത്ര മതിയാവുമെങ്കിലും ഒന്നാം സലാമിൽ, രണ്ടാം സലാം വീട്ടലും അത് മതിയാവുമെങ്കിലും സലാം വീട്ടലാവണമെങ്കിൽ അത് മതി. എന്നാലും രണ്ടിലും വറഹ്മത്തുല്ലാഹി എന്ന് പറയൽ സുന്നത്തുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, വബറകാതുഹു എന്ന് പറയണ്ട, അത് മയ്യിത്ത് നിസ്കാരത്തിൽ മാത്രം. വൽത്തിഫാത്തും ബി വജിഹിഹി യമീനം വ ഷിമാലൻ ഫി തസ്ലീമത്തൈഹി, രണ്ട് സലാം വീട്ടലിലും വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും അവൻ്റെ മുഖം കൊണ്ട് തിരിയൽ, നെഞ്ചുകൊണ്ട് തിരിയണ്ട, മുഖം തിരിക്കുക, കവിള് പിന്നിലുള്ളവർ കാണുന്ന രീതിയിൽ മുഖം തിരിക്കുക, കഴുത്ത് തിരിക്കുക. അപ്പോൾ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും രണ്ട് സലാം വീട്ടലിലും എന്താക്കുക, തിരിയുക. അപ്പോൾ ഈ സലാം വീട്ടുന്ന സമയത്ത് ആരോടാണ് ഈ സലാം പറയുന്നത്, ആരുടെ മേലാണ് ഈ സലാം കരുതേണ്ടത്? നാവിയൻ അസ്സലാമ അലാ മൻ ഇൽതഫത ഇലൈഹി മിൻ മലായികത്തിൻ വ മുഅ്മിനൈ ഇൻസിൻ വ ജിന്നിൻ, രണ്ട് ഭാഗത്തുള്ള മലായിക്കത്ത്, മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ, ജിന്നുകൾ, എല്ലാവർക്കും. അപ്പോൾ ആളുണ്ടായാലും ഇല്ലെങ്കിലും മറ്റു മലായിക്കത്തുകളൊക്കെ അവിടെ ഉണ്ടാവും. അവർക്കൊക്കെ കരുതിയിട്ടുണ്ട് എന്താകുക, സലാം പറയുക, വലതുഭാഗത്തുള്ളവർക്കും ഇടതുഭാഗത്തുള്ളവർക്കും. മലായിക്കത്തുകൾ, മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ, ജിന്നുകൾ, എല്ലാവരും. വയൻവീഹി അലാമൻ ഖൽഫഹു വ അമാമഹു ബി അയ്യിഹിമാ ഷാഅ, അപ്പോൾ രണ്ട് ഭാഗത്തുള്ളവരെ കരുതിയാൽ മതിയോ? അപ്പോൾ മുമ്പിലുള്ളവർക്കും ബാക്കിലുള്ളവർക്കും സലാം വേണ്ടേ? അവരെയും കരുതണം. വയൻവീഹി അലാമൻ ഖൽഫഹു, അവന് പിന്നിലുള്ളവരെ കരുതണം, വ അമാമഹു, മുമ്പിലുള്ളവരെയും കരുതണം. അത് ഏത് സലാം കൊണ്ടാണ് കരുതേണ്ടത്? ബി അയ്യിഹിമാ ഷാഅ, അവൻ ഉദ്ദേശിക്കുന്ന രണ്ടിലേത് സലാം കൊണ്ടും അവരെ കരുതാം. ഇനി വ മഅ്മൂമ് കരുതണം അർ-റദ്ദ അലാ മൻ സല്ലമ അലൈഹി, അവൻ്റെ മേൽ സലാം പറഞ്ഞവരുടെ മേലിൽ മടക്കുന്നു എന്നും കൂടി കരുതണം. ഇമാമ് ആദ്യം സലാം വീട്ടിയിട്ടുണ്ട്, ആ ഇമാമിൻ്റെ സലാമിനെ മടക്കുന്നു എന്ന് കരുതണം. അതുപോലെ തന്നെ ഇവനിക്ക് മുമ്പേ സലാം വീട്ടിയ മഅ്മൂമിങ്ങൾ ഉണ്ടാവും, ഇവൻ്റെ അടുത്തും വലത്തും ഒക്കെ, അവരുടെ സലാം മടക്കുന്നു എന്നും കരുതാം. അപ്പം അവനോട് സലാം പറഞ്ഞവരുടെ മേൽ മടക്കുന്നു എന്നും അതുകൊണ്ട് കരുതണം. ഇനി ഇദ്റാജുഹു ബിലാ മദ്ദിൻ, ഇദ്റാജുഹു ബിലാ മദ്ദിൻ, അധികം നീട്ടാതെ സലാം പെട്ടെന്ന് തീർക്കുകയാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അങ്ങനെയല്ല സലാം വീട്ടല്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അധികം നീട്ടി വലിക്കാണ്ട് എന്താക്കുക, സലാം പെട്ടെന്ന് വീട്ടുക, അതും സുന്നത്താണ്. വനിയ്യത്തു ഖുറൂജിൻ മിന സ്വലാത്തി ബി തസ്ലീമത്തിൽ ഊല, ഒന്നാം സലാം വീട്ടൽ കൊണ്ട് വീട്ടുന്ന സമയത്ത് നിസ്കാരത്തിൽ നിന്ന് എന്താക്കുക, ഞാൻ പുറപ്പെടുകയാണ്, നിസ്കാരം തീരുകയാണ് എന്നുള്ള ബോധത്തോടു കൂടി സലാം വീട്ടുക, അങ്ങനെ കരുതുക. ഒന്നാം സലാം വീട്ടൽ കൊണ്ട് നിസ്കാരത്തിൽ നിന്ന് ഖാരിജാകുന്ന സലാമാണ്, നിസ്കാരത്തിൽ നിന്ന് പുറപ്പെടുകയാണ് എന്ന് കരുതുക. ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞത് ഹയ്യാത്ത് സുന്നത്തുകളാണ്. നിസ്കാരത്തിന് ഹയ്യാത്ത് സുന്നത്തുകളും അബാഅ് സുന്നത്തുകളും രണ്ട് രീതിയിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഹയ്യാത്ത് സുന്നത്തുകൾ ഒരുപാട് പറഞ്ഞു. അപ്പോൾ ഇനിയും മറ്റ് കിതാബുകളൊക്കെ നോക്കിയാൽ നമ്മൾ പ്രതിപാദിക്കാത്ത സുന്നത്തുകളൊക്കെ വേറെയും ഉണ്ടാവും. അപ്പോൾ ആ സുന്നത്തുകളൊക്കെ എത്ര കണ്ട് സായിദിയാക്കുന്നോ അതിനനുസരിച്ച് നിസ്കാരത്തിൻ്റെ കമാല് കൂടും, പൂർണ്ണമായ രീതിയിലാവും, നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് അത് വേഗം കൂട്ടും, അതുപോലെ തന്നെ നമ്മളെ പ്രതിഫലം വർദ്ധിക്കും. അപ്പോൾ പൂർണ്ണമായ എല്ലാ സുന്നത്തും എടുത്തിട്ട് നിസ്കരിക്കാൻ, അതാണ് നിസ്കാരത്തിൻ്റെ അദബ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പരമാവധി അദബുകൾ പാലിച്ചു നിൽക്കാനും സുന്നത്തുകളൊക്കെ പരിപൂർണമായും പാലിച്ചുകൊണ്ട് നിസ്കരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ അതിനും പുറമെ അബ്ആദ് സുന്നത്തുകൾ അത് 7 എണ്ണമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. കാരണം അബ്ആദ്, ബഅദ് എന്ന് പറഞ്ഞ ഒരു ഭാഗം എന്നാണ് അർത്ഥം. അല്പം ഫർളിൻ്റെ ഒരു ഭാഗം പോലെ തന്നെ ആയിട്ട് നമ്മൾ കാണേണ്ടുന്ന സുന്നത്തുകൾ എന്നറിയിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പേര്, അബ്ആദ് സുന്നത്തുകൾ. അപ്പോൾ ഈ സുന്നത്തിന് എന്താണ് പ്രത്യേകത? ഈ സുന്നത്തുകൾ ഒഴിവാക്കിയാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അതേസമയം ഇതുവരെ നമ്മൾ പറഞ്ഞ സുന്നത്തുകളൊക്കെ ഹയ്യാത്ത് സുന്നത്തുകളാണ്. അത് വിട്ടുപോയാൽ അതിൻ്റെ കൂലി കുറഞ്ഞു പോയി എന്നല്ലാതെ അത് പരിഹരിക്കാൻ ഒരു സഹുവിൻ്റെ സുജൂദ് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അതേസമയം അബ്ആദ് സുന്നത്തുകൾ ഒഴിവാക്കിയാൽ സഹുവിൻ്റെ സുജൂദ് വേണം. അബ്ആദ് സുന്നത്തുകൾ 7 എണ്ണമാണ് ഉള്ളത്. ഞാൻ കിതാബ് വായിക്കാം. അബ്ആദ് സുന്നത്തുകൾ സുനനുഹാ നൗആനി, സുന്നത്തുകൾ 2 ഇനമുണ്ട്. ഹയ്യാത്തുൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ആ ഹയ്യാത്തിലേക്ക് അത്ഫ്. അബ്ആദ് സുന്നത്തുകളുമാകുന്നു. വഹിയ, അതേതാണ് അബ്ആദ് സുന്നത്തുകൾ? തശഹുദുൻ അവ്വലു, ഒന്നാമത്തെ തഹയ്യാത്ത്, വഖുഊദുൻ ലഹു, അതിനുവേണ്ടി ഇരിക്കൽ, വസ്വലാത്തുൻ അല നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദഹു, അതിനുശേഷം നബി തങ്ങളുടെ മേൽ സ്വലാത്ത് അല്ലൽ. ഇനിയോ വ അല ആലിഹി ബഅദ തശഹുദിൽ അഖീരി, അവസാനത്തെ തഹയ്യാത്തിന് ശേഷം നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിൽ സ്വലാത്ത് അല്ലൽ. അപ്പോൾ അവസാനത്തെ തഹയ്യാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദ് വരെ പറയൽ ഫർദാണ്. അതിനുശേഷം വ അലാ ആലി സയ്യിദന മുഹമ്മദ് എന്ന് പറയൽ, ഇബ്രാഹിമിയ സ്വലാത്ത് ഫുള്ളായി ചൊല്ലിയാൽ വളരെ നന്നായി. അത് എന്താണ്? അബ്ആദ് സുന്നത്താണ്. വ ഖുനൂത്തുൻ, അതുപോലെ തന്നെ 4-ാമത്തെ അബ്ആദ് സുന്നത്ത് ഖുനൂത്ത് ഫി ഇഅ്തിദാലി ആഖിർ സുബ്ഹിൻ, സുബ്ഹി നിസ്കാരത്തിൻ്റെ 2-ാം റക്അത്തിലും
അപ്പോൾ വിത്തിന് നിസ്ഫി അഖീറിൻ മിൻ റമദാന, റമദാനിലെ രണ്ടാം പകുതിയിലെ വിത്ർ നിസ്കാരത്തിൽ ഓതുന്ന കുനൂത്ത്, അതിൻ്റെ അവസാനത്തെ റക്അത്തിൽ ഇഴ്തിദാലിൽ കുനൂത്ത് ഓതുക. അപ്പോൾ സാധാരണ എപ്പോഴും ഓതുന്ന സുബ്ഹിൻ്റെ അവസാനത്തെ റക്അത്തിലും അതുപോലെ തന്നെ രണ്ടാം പകുതിയിലെ റമദാൻ മാസത്തിലെ വിത്ർ നിസ്കരിക്കുമ്പോൾ അവസാനത്തെ റക്അത്തിലെ ഇഴ്തിദാലിലും കുനൂത്ത് ഓതുക. അപ്പോൾ ഈ രണ്ട് കുനൂത്തും അബഅദ് സുന്നത്ത് പെടുന്നതാണ്. അപ്പോൾ ഇത് ഒഴിവാക്കിയാൽ റമദാനിലെ വിത്റിലെ കുനൂത്ത് ഒഴിവാക്കിയാലും സഹ്വിൻ്റെ സുജൂദ് വേണം എന്നർത്ഥം. ഏതാണ് കുനൂത്ത്? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത വബാരിക് ലി ഫീമാ അഅതൈത വഖിനി ശർറ മാ ഖദൈത ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഉസ്സു മൻ ആദൈത തബാറക്ത റബ്ബനാ വതആലൈത ഫലകൽ ഹംദു അലാ മാ ഖദൈത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇതാണ് ഖുനൂത്ത്. വയുജ്സിഉ ആയത്തുൻ ഫീഹാ ദുആഉൻ ഇൻ ഖസദഹു, ആ സ്ഥാനത്ത് ഒരു ആയത്ത് ഓതിയാലും മതി. എങ്ങനെയുള്ള ആയത്ത്? ഫീഹാ ദുആഉൻ, ആ ദുആ ഉൾപ്പെടുന്ന ആയത്ത്. ഇൻ ഖസദഹു, പക്ഷേ ആ ദുആഇനെയാണ് ഉദ്ദേശിക്കേണ്ടത്, ആയത്ത് ഓതുന്നതെന്നല്ല. അപ്പോൾ ദുആഇനെ ഉദ്ദേശിച്ചുകൊണ്ട് എന്താക്കുക? ആ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, അങ്ങനെയോ റബ്ബി ഗ്ഫിർ വറഹമ വഅൻത ഖൈറുർ റാഹിമീൻ എന്ന് പറഞ്ഞാൽ അതിൽ ദുആഉം സനാവും ഒക്കെ പെട്ട്. അങ്ങനെ ഈ കുനൂത്ത് എന്ന സ്ഥാനത്ത് മറ്റേതെങ്കിലും ദുആ ഉള്ള ആയത്ത് ഓതിയാലും മതിയാവും. അതിന് ദുആ തന്നെ വേണമെന്നില്ല. വകദാ യുജ്സിഉ ദുആ അല്ല, ആയത്ത് തന്നെ വേണമെന്നില്ല. വകദാ യുജ്സിഉ ദുആഉ മഹ്ലുൻ, തനിച്ച ദുആ ആയാലും ആയത്തല്ലാത്ത ദുആ ആയാലും മതിയാകുന്നതാണ്. വലൗ ഗൈറ മഅ്സൂരിൻ, അത് ഹദീസിൽ വരാത്ത ദുആ ആയാലും മതിയാകുന്നതാണ്. എന്തെങ്കിലും ഒരു ദുആ ആ സ്ഥാനത്ത് വന്നാൽ അത് എന്തായി? അബഅദ് സുന്നത്ത് നിർവഹിച്ചവനാവും. വഖിയാമുൽ ലഹു, ആ കുനൂത്തിന് വേണ്ടി നിൽക്കൽ. വസ്വലാത്തുൻ അല നബിയ്യി വഅലാ ആലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലും കുടുംബത്തിൻ്റെ മേലും സ്വലാത്ത് അല്ലൽ ബഅദഹു, ഏതിനു ശേഷം? കുനൂത്തിന് ശേഷം. ലാ ഖബ്ലഹു, കുനൂത്തിന് മുമ്പല്ല. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.